നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അദ്ധ്യായം 5 ഭാഗം 3. ഇന്ന് ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസമാണ്. രാവിലത്തെ ദോശപ്പണി കഴിഞ്ഞ് അമ്മ കുളിക്കാൻ അമ്പലക്കുളത്തിലേക്ക് പോയിരിക്കുന്നു. ഏട്ടൻ ദാമേട്ടൻ്റെ വീട്ടിലാണ്. ദാമേട്ടൻ്റെ വീട്ടിലേക്ക് അപ്പുവിനെയും വിളിച്ചതാണ് ഏട്ടൻ. അപ്പു പോയില്ല. എനിക്ക് പനിയുണ്ട്. ആരടാ പറഞ്ഞത്? അമ്മ പറഞ്ഞതാണല്ലോ, ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഏട്ടൻ. മുത്തശ്ശിയോട് ചോദിച്ച് ഏട്ടൻ വടക്കേ വേലി ചാടിക്കിടന്ന് ദാമേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശിയോട് സമ്മതം ചോദിക്കണമെന്നേയുള്ളൂ ഏട്ടന്. സമ്മതം കിട്ടണമെന്ന് വാശിയൊന്നുമില്ല. അമ്മ ചോദിക്കുകയാണെങ്കിൽ പറയാം. മുത്തശ്ശിയോട് ചോദിച്ചിട്ടാ പോയത്. സമ്മതം കൊടുത്തിട്ടില്ലെന്ന് ഒരിക്കലും മുത്തശ്ശി പറയില്ല, പ്രത്യേകിച്ച് അമ്മയോട്. മുത്തശ്ശി തളത്തിൽ കാല് നീട്ടിയിരിക്കുകയാണ്. കാപ്പി കുടിച്ചു കഴിഞ്ഞ് വിസ്തരിച്ചൊന്ന് മുറുക്കണം മുത്തശ്ശിക്ക്. ചെല്ലം തുറന്ന് അപ്പു അടയ്ക്ക കഷ്ണങ്ങളെടുത്ത് കുഞ്ഞുരലിലിട്ടു. ആരാ മുത്തശ്ശി? കുഞ്ഞുമാളു. ഏത് കുഞ്ഞുമാളു? ചേലക്കോട്ടെ. മുത്തശ്ശി പറയണ കേട്ടുവല്ലോ. അതൊരു സ്ത്രീ. അതിനിപ്പോൾ എന്താ വിശേഷം? അർദ്ധരാത്രി നേരത്തെ എന്തിനാ സ്ത്രീ കരഞ്ഞത്? മുറുക്കാൻ വായിലിടുന്ന തിരക്കിലാണ് മുത്തശ്ശി. മുറുക്കി തുപ്പി വായ കഴുകി കഴിയുമ്പോഴേക്കും അപ്പു കുഞ്ഞുമാളുവിൻ്റെ കാര്യം മറന്നുപോകും എന്നാണ് മുത്തശ്ശി വിചാരിച്ചത്. മുറുക്കി കഴിഞ്ഞിട്ടും വായ കുലുക്കുഴിഞ്ഞിട്ടും മുത്തശ്ശി കഥ പറയുന്ന ലക്ഷണം കാണുന്നില്ല. മുത്തശ്ശി. എന്താ അപ്പു? കുഞ്ഞുമാളു. അപ്പു, ആ കഥ വേണ്ട. അതെന്താ മുത്തശ്ശി? അപ്പുവിന് പേടിയാവും. രാത്രി പേടിച്ച് നിലവിളിച്ചാലോ? അപ്പു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം. അപ്പം പേടിയാവില്ലാലോ. മുത്തശ്ശിയെ ചീത്ത പറയും നിൻ്റെ അമ്മ കുളിച്ചു വരുമ്പോഴേക്കും കഥ പറയാം മുത്തശ്ശി. പിന്നെയും കുറേ സൂത്രം പറഞ്ഞു നോക്കി മുത്തശ്ശി. രക്ഷയില്ല. ഇങ്ങനെയുണ്ട് ഒരു ദുശ്ശാഠ്യം. പുളിയിരുമ്പിനെ പോലെയാണ് അപ്പു. കടിച്ചാൽ കടിവിടില്ല. കാലം മുമ്പ്. അന്ന് ഗോവിന്ദൻ ജനിച്ചിട്ടില്ല. മുത്തശ്ശിയുടെ വല്യമ്മയുടെ ചാർച്ചക്കാരാണ് ചേലക്കോട്ടുകാർ. ധാരാളം സമ്പത്ത്. ഒരേ ഒരു സന്തതി, കാരണോര് ശങ്കാര്. ശങ്കാരുടെ പെങ്ങളെ കല്യാണിയമ്മയ്ക്ക് ഒരു മോള്. അവളാ കുഞ്ഞുമാളു. സുന്ദരിക്കുട്ടി. പൂവമ്പഴത്തിൻ്റെ നിറം. എന്താ തലമുടി. പനമണ്ണ വലിയ വീട്ടിൽ നിന്നാ സംബന്ധം. വലിയ കൃഷിക്കാർ. ഇഷ്ടം പോലെ സമ്പത്ത്. കുഞ്ഞുമാളുവിന് ചേർന്ന നായർ. കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു കുഞ്ഞുമാളു. അന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കുന്ന ശീലം ആയി വരുന്നേ ഉള്ളൂ നായന്മാർക്ക്. പ്രസവത്തിന് കുഞ്ഞുമാളുവിനെ ചേലക്കോട്ട് കൊണ്ടുവന്നാക്കി. അതാ നാട്ടുനടപ്പ്. കുഞ്ഞുമാളുവിന് പ്രസവവേദന തുടങ്ങി. പേറ്റിച്ച് ദാക്ഷായണിക്ക് ആളുപോയി. ദാക്ഷായണി വന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്നാണ് പറയണത്. പേടിക്കാനൊന്നുമില്ല. ദാക്ഷായണി ഏറ്റു അമ്മരാളെ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി. വയറെങ്ങനെ വീർത്ത് നിൽക്കുക. കുഞ്ഞുമാളുവിന് നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. നിലവിളിയെന്ന് പറഞ്ഞാലും പോരാ. കുഞ്ഞുമാൾ പ്രസവിക്കണില്ല. 4-ാം ദിവസം ദാക്ഷായണി കയ്യൊഴിഞ്ഞു. ഞാൻ കൂട്ടിയിട്ട് കൂടുന്നില്ല. കേശവമേനോൻ ഡാക്ടറെ വിളിക്കാൻ ആളുപോയി. ഡാക്ടർ ഒറ്റപ്പാലത്താ താമസം. വലിയ തറവാട്ടുകാരൻ. ചെർപ്പളശ്ശേരി പനങ്ങാട്ടെ. ഡാക്ടർക്ക് കാറുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അന്ന് കാറൊന്നും വരില്ല. വടക്കേ പാതയിൽ കാറ് നിർത്തി 3 നാഴിക നടക്കണം. ഡാക്ടർക്ക് യാതൊരു മടിയില്ല. അത്യാസന്നെന്ന് പറഞ്ഞ് ആര് വന്ന് വിളിച്ചാലും കുഴിലും തൂക്കി കൂടെ ഇറങ്ങും. രാത്രി അസമയത്തായാലും ശരി. മരുന്ന് മേടിക്കാൻ കാശില്ലാച്ചാൽ ഡാക്ടർ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഡാക്ടർ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പാവം നരകിച്ചാ കുഞ്ഞുമാള് മരിച്ചത്. ദാക്ഷായണി ഏത് വഴിക്ക് പോയിന്ന് കണ്ടോരില്ല. ശങ്കാരുടെ ദൃഷ്ടിയപ്പെട്ട തല്ലിക്കൊല്ലില്ലേ അവളെ. ദുർമരണാണ്. ദഹിപ്പിക്കാൻ പാടില്ല. തള്ളയും കുട്ടിയും രണ്ടും രണ്ടാക്കണം. ശവം കീറാൻ പറയാൻ പറ്റുമോ ഡോക്ടറോട്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വയറ് കീറണം. ആര് കീറും? ആർക്കാ അത്ര ധൈര്യം ഉണ്ടാവുക? അത്രയ്ക്ക് ധൈര്യം വന്ന് ഈ നാട്ടിലെ ഒറ്റ ആൾക്കേ ഉള്ളൂ. ആർക്കാ മുത്തശ്ശി? നിന്റെ മുത്തശ്ശൻ തള്ളയും കുട്ടിയും രണ്ടാക്കി. 2 കുഴിയിലിട്ട് മറവ് ചെയ്തു. ആ കുണ്ടനിടവഴിയുടെ അരികിലാ കുഴിച്ചിട്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസം. കറുത്ത വാവ്. കുഞ്ഞുമാള് കുഴിന്ന് പുറത്തു വന്നു. അപ്പോ നട്ടപ്പാതിരയ്ക്ക് കരച്ചിലും അലർച്ചയും. അത് കുഞ്ഞുമാളും അല്ല, പ്രേതാണ്. ഈറ്റുകൂർക്ക. നിറവയറായിട്ട് മരിച്ച സ്ത്രീയുടെ പ്രേത ഈറ്റുകൂർക്ക. ഭയങ്കര പകയാണത്രേ അവറ്റൾക്ക്. ഇതൊന്ന് ഇറക്കിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് മുറ്റം വരെ വരൂത്രേ. വാതിൽ തുറക്കാൻ പാടില്ല. തുറന്നാലോ മുത്തശ്ശി? കൊന്നു ചോര കുടിക്കില്ലേ? അപ്പൂവിന് തല പെരുത്തു. കണ്ണുകൾ ഇറക്കി അടച്ചു. മുത്തശ്ശിയെ പൂണ്ടടക്കം പിടിച്ചു. ഇങ്ങനെ പേടിച്ചാലോ അപ്പൂ? ആലത്തിയൂരെ ഹനുമാനെ ജപിക്ക്.
എന്നിട്ടൊന്നുമില്ല. അപ്പുവിന് കഥ കേൾക്കണ്ട. അപ്പുവിന് പേടിയില്ല, മുത്തശ്ശി പറഞ്ഞോളൂ. കേമന്മാരായ മന്ത്രവാദികളെ വരുത്തി ശങ്കാര്. എന്നിട്ടെന്താ, ഒഴിഞ്ഞു പോണ്ടേ? ദുർമരണം സംഭവിച്ച സ്ത്രീയുടെ പ്രേതല്ലേ? ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും ഭൂമിയിൽ. അവസാനം രാമൻ നായർ മന്ത്രവാദിയാണ് അടക്കം വെച്ചത്. അടക്കം വെക്കല് വെച്ചാൽ എന്താ മുത്തശ്ശി? ബന്ധിക്കുക. പാലുള്ള ഏതെങ്കിലും മരത്തിൽ ആണി അടിച്ചിട്ട് അടക്കി നിർത്തുക. അറിയാതെ ആരെങ്കിലും ആണി പറിച്ചെടുത്തു എന്ന് നിരീക്കുക. അല്ലെങ്കിൽ മരം തന്നെ ഉണങ്ങിപ്പോവാലോ. അങ്ങനെ വന്നാൽ അവൾ പുറത്തു ചാടും. വീട് അടച്ചു പൂട്ടി അന്ന് പോയതാ ചേലക്കാട്ടുള്ളവർ. ശിവരാമൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുമാളു രക്ഷപ്പെട്ടു കാണണം. സൂക്ഷിക്കണം. വാസുദേവൻ തിരുമേനി വിചാരിച്ചാൽ ചിലപ്പോൾ അവളെ തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് വരും. നമ്മുടെ വളപ്പിൻ്റെ 4 മൂലയ്ക്കും ഓരോ രക്ഷ കുഴിച്ചിടണം. കുഞ്ഞുമാളും ഇങ്ങോട്ട് വരാതെ നോക്കണമല്ലോ. ആലത്തൂരെ ഹനുമാനെ ജപിച്ചു കിടന്നിട്ടും മുത്തശ്ശിയെ പിടിച്ചുകൂട്ടി കിടന്നിട്ടും അപ്പു രാത്രി കുഞ്ഞുമാളുവിനെ സ്വപ്നം കണ്ടു. ചേലക്കാട്ട് വളപ്പിലെ എതക്കി നിൽക്കുകയാണ് കുഞ്ഞുമാളു. അപ്പു ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇതൊന്നും ഇറക്കിത്താ അപ്പു, കുഞ്ഞുമാളു നിലവിളിക്കുന്നു. അപ്പു സർവശക്തിയും എടുത്ത് ഓടിക്കൊണ്ടേയിരുന്നു. ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പു നിന്നേടത്ത് തന്നെ നിൽക്കുകയാണ്. കുഞ്ഞുമാളുവിൻ്റെ കൈകൾ നീണ്ടുവരുന്നു. അപ്പുവിൻ്റെ കഴുത്തിൽ തണുത്ത വിരലുകളുടെ സ്പർശം. അയ്യോ അമ്മേ! അപ്പു ഉറക്കെ നിലവിളിച്ചു. മുത്തശ്ശി കുലുക്കി വിളിച്ചപ്പോൾ അപ്പു ഞെട്ടി ഉണർന്നു. പേടിക്കണ്ടാട്ടോ, മുത്തശ്ശി ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കിടന്നു. അപ്പുവിൻ്റെ നിലവിളി കേട്ട അമ്മ ഓടി വന്നു. അവൻ്റെ അടുത്തിരുന്നു. തൊട്ടു നോക്കുമ്പോൾ അപ്പു വിയർത്തു കുളിച്ചു നനഞ്ഞു പിണ്ടിയായിരിക്കുന്നു. ഒരു ചരടും കൂടി ജപിച്ചു തരാൻ പറയേ തിരുമേനിയോട്, മുത്തശ്ശി അമ്മയോട് പറഞ്ഞു. കുഞ്ഞുമാളുവിനെ സ്വപ്നം കണ്ടിട്ടാണ് അപ്പു നിലവിളിച്ചതെന്ന് ദേവു അറിയാത്തത് ഭാഗ്യമായെന്ന് വിചാരിച്ചു മുത്തശ്ശി. പിറ്റേന്ന് അപ്പു സ്കൂളിൽ പോയില്ല. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അമ്മ അതിരാവിലെ തന്നെ കാവിലേക്ക് പോയി. തിരുമേനിയെക്കൊണ്ട് ചരട് ജപിച്ച് വാങ്ങിക്കൊണ്ട് വന്നു. ഈ ചരട് അപ്പുവിൻ്റെ അരയിലാണ് കെട്ടിക്കൊടുത്തത്. ഇപ്പോൾ ധൈര്യമായി അപ്പുവിന്. ഇനി കുഞ്ഞുമാളു അപ്പുവിൻ്റെ അടുത്തേക്ക് വരില്ല. പേരുകേട്ട മന്ത്രവാദിയാണ് അത്ര വാസുദേവൻ തിരുമേനി. സ്വാത്വികത്തിലെ കർമ്മം ചെയ്യൂ എന്നാണ് മുത്തശ്ശി പറയുന്നത്. കോഴിയെ കൊല്ലലോ ചാരായം നേദിക്കലോ ഒന്നും ഉണ്ടാവില്ല മന്ത്രവാദത്തിന്. പൂജയ്ക്ക് വേണ്ടത് അപ്പം, അട, അവില്, മലര്, നെയ്പായസം. ശ്രീ ഭഗവതിയെ സന്തോഷിപ്പിച്ച് സങ്കടം പറയും. ഭഗവതിയെ സന്തോഷിപ്പിക്കാനാണ് അപ്പവും അടയും കഠിനപായസവും നിവേദിക്കുന്നത്. ഭഗവതി കൽപ്പിച്ചാൽ പ്രേതങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലത്രേ. സന്ധ്യയ്ക്ക് ശിവരാമേട്ടൻ വന്നു. വന്നപാടെ ശിവരാമേട്ടൻ പറയുകയാണ്, ആ കരച്ചിൽ എന്താണെന്നറിയണ്ടേ ചിരമ്മയ്ക്ക്? എന്താ ശിവരാമ? കാട്ടുമാക്കാൻ്റെ നിലവിളി. ചെള്ളിയുടെ ധൈര്യം സമ്മതിക്കണം ദേവേർത്തി. ഞാൻ കുഞ്ഞുമാളുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാം, അമ്മക്ക് പോയി നോക്കാം മൂത്താരെ, അമ്രാളയ്ക്കൊന്ന് കാണണം. എനിക്കും ദേവേർത്തി ഒരു ധൈര്യമൊക്കെ വന്നു. മരിച്ചവർ ജീവിക്കുന്നവരെ പേടിപ്പിക്കേ, അത് ശരിയാവില്ല. ഇന്നലെ രാത്രി ഒരു 10:30 മണിക്ക് ഞാനും ചെള്ളിയും കൂടി നിങ്ങളുടെ മേലെ പടിക്കൽ വന്നു. 1.5 മണിക്കൂറായി ഇരുന്നത് വെള്ളരിമാവിൻ്റെ മറവിൽ. 12 മണി സമയം. ചേലക്കാട്ട് പറമ്പിൽ നിന്ന് ഒരു കരച്ചൽ, വല്ലാത്തൊരു നിലവിളി, ആരോ ഇടവഴിയിലേക്കൊരു ചാട്ടം. അപ്പോൾ ഞാൻ ടോർച്ച് പീച്ചി. ഒരു കാട്ടുപൂച്ച, പെരുത്ത ജീവി. ചെള്ളിയുടെ കയ്യിലെ കാഞ്ഞിരത്തിൻ്റെ വടിയുണ്ടായിരുന്നു. കൊടുത്തു ഒരേറ് കൊണ്ടിട്ടുണ്ടാവണം. ചെള്ളിയുടെ ഏറ് പാഴായി പോവില്ല. അയ്യോ അയ്യോ നിലവിളിച്ച് കാട്ടുമാക്കാൻ പടിഞ്ഞാട്ടോടി. മേലപ്പാട്ട പടി കടക്കുന്നത് വരെ കേട്ടു അവൻ്റെ കരച്ചിൽ. ഇനി അവൻ ഈ വഴിക്ക് വരില്ല. ഇണ ചേരുന്ന സമയമാവും. കുറിഞ്ഞിപ്പൂച്ചകളെ അന്വേഷിച്ച് നടക്കാണ് കാളൻ പൂച്ച. അതിൻ്റെ ബഹള കേട്ടത്. ശിവരാമേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ ആശ്വാസമായി അപ്പുവിന്. ഒരു സംശയം ബാക്കി നിന്നു. കാട്ടുമാക്കാൻ്റെ രൂപത്തിൽ കുഞ്ഞുമാളു ഇടവഴിയിലേക്ക് ചാടിയതാ.